ഇന്ന് ഞാൻ അടിപൊളി ഒരു ലേസ് ചിക്കനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. ഒരു കുട്ടികൾക്കൊക്കെ ഏറ്റവും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണിത്. ലേസ് ചിക്കൻ ഫ്രൈ എന്ന് പറയും. അതിനാവശ്യമായി കുറച്ച് ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു കത്തിയുടെ മൂർച്ചയുള്ള ഭാഗം കൊണ്ട് ചെറിയ ചെറിയ ഹോൾസ്, എല്ലാ പീസിലും ഹോൾസ് ഇടണം. ഇനി ചിക്കനിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ അരപ്പ് അതിൽ തേച്ച് പിടിപ്പിക്കണം. ചിക്കനിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. മസാല തേച്ച ചിക്കൻ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് 2 മുട്ട ഒരു പാത്രത്തിലേക്കിട്ട് വിസ്ക് കൊണ്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഒരു പരന്ന പാത്രത്തിൽ 4 ടീസ്പൂൺ മൈദമാവ്, 2 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇനിയാണ് ഇതിൻ്റെ പ്രധാന താരം. ഇത് സിസിലാൻ ഹോട്ട് ലേസാണ്. ഇത് 3 കവർ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്കിട്ട് നല്ലതുപോലെ കൈ കൊണ്ട് പൊടിച്ചെടുക്കണം. മിക്സിയിലൊന്നും പൊടിക്കണ്ട. ഏത് തരം ലേസിലും ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ തരം പൊടിച്ച് ലേസ് തന്നെ ഉണ്ടാക്കാം. നല്ലതുപോലെ പൊടിച്ചെടുക്കണം. നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ പീസ് എടുത്ത് 2 ഭാഗവും മാവിലേക്ക് മുക്കി 2 ഭാഗവും ഒന്ന് അമർത്തി 2 ഭാഗത്തും മാവ് കോട്ട് ചെയ്യണം. മുട്ടയിലേക്ക് 2 ഭാഗവും ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്ത് 2 ഭാഗവും ഒന്ന് മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന ലേസിലിട്ടിട്ട് നല്ലതുപോലെ അമർത്തി 2 ഭാഗത്തും കോട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കണം എണ്ണ തിളച്ച് വരുമ്പോൾ. എന്നിട്ട് 2 ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഓരോന്നായി മാവിലും മുട്ടയിലും ലേസിലും മുക്കി ഓരോ പീസായിട്ട് പൊരിച്ചെടുക്കണം. അടിപൊളി ടേസ്റ്റാണിത്. കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. KFC ഒക്കെ ഇതിന് മുന്നിൽ തോറ്റു പോകും. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വേകും. ഇതിൽ ബോൺലെസ് പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരും, ഫ്രൈ ആവുകയും ചെയ്യും. ഇത് കളറ് കുറവാണെന്ന് നമുക്ക് തോന്നണമെങ്കിൽ നേരിട്ട് കാണാൻ നല്ല കളറുണ്ട്. നല്ല കളർ. ക്യാമറയിൽ ഇതാണ് കളർ കുറവെന്ന് തോന്നിക്കുന്നത്. ഇത് കണ്ട നല്ല കളറുണ്ട്. നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. നമ്മുടെ ലേസ് ചിക്കൻ എല്ലാം റെഡിയായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായി കോട്ടിംഗ് ഒന്നും ഇളകി എണ്ണയിൽ പോയിട്ടില്ല. അടിപൊളിയായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇത് മുറിച്ച് കാണിച്ചു തരാം. ഞാൻ മുറിച്ച് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇത് മുറിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. കണ്ട പീസൊന്നും അതൊന്നും കോട്ടിങ്ങൊന്നും ഇളവി പോയിട്ടില്ല. ഇനി ആ ടൊമാറ്റോ സോസിൽ വെച്ച് മുക്കി ഒന്ന് കഴിക്കണം. അടിപൊളിയാണത്. എല്ലാ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കോട്ടിംഗ് ഒന്നും ഇളവി പോയിട്ടില്ല. അടിപൊളി ചിക്കനാണ്. അടിപൊളി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ട നല്ല പാകമായി. കുറച്ച് ഈ ബോൺലെസ് ആയതുകൊണ്ട് കുറച്ച് പെട്ടെന്ന് വേവും. ലേസിലും ചീറ്റോസിലും എന്തിനു വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. അത്ര നല്ല ടേസ്റ്റിയുള്ള ചിക്കനാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ട്രൈ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ തിന്നട്ടെ.